എറണാകുളം വാഴക്കുളത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന കരീമും കുടുംബവും നീതി തേടി അധികാരികളുടെ തിണ്ണ നിരങ്ങാൻ തുടങ്ങിയിട്ട് 20 വർഷം തികയുന്നു. ജനസമ്പർക്ക പരിപാടിയിലൂടെ നാടുനീളെ നന്മ വിതറാൻ നെട്ടോട്ടമിടുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിലും കരീം ഒരു തുണ്ട് ഭൂമിക്കായി യാചിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങൾ കരീമിനെ ആട്ടിയോടിക്കുകയാണുണ്ടായതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കരീമിന്റെ കനൽ വഴികളിലൂടെ വിറ്റ്നസ് നടത്തുന്ന യാത്രയിലേക്ക്, വിചാരണയിലേക്ക്. ഇത് കരീം, പ്രായം 40. കരീമിനും ലൈലയ്ക്കും 2 മക്കൾ. പഠിക്കാൻ മിടുക്കരാണ് മക്കളെന്ന് പറയുമ്പോൾ ലൈലയുടെ കണ്ണ് നിറയും. അവരെ നന്നായി പഠിപ്പിക്കാനോ അവർക്ക് ഭയം കൂടാതെ തലചായ്ക്കാൻ ഒരിടമൊരുക്കാനോ തനിക്കായില്ലെന്ന് കരീമും പറയും. അപ്പന്റെയും അമ്മയുടെയും ദുഃഖത്തിന്റെ പങ്കുപറ്റി കുട്ടികൾക്ക് കടുത്ത വിഷാദരോഗം പിടിപെട്ടു. പട്ടിണിക്കും പുരയില്ലെന്ന ദുഃഖത്തിനും പിന്നാലെ കുട്ടികൾക്ക് മരുന്ന് വാങ്ങി നൽകാനും കഴിയുന്നില്ലെന്ന ദുഃഖം ഈ ദമ്പതികളെ ഇപ്പോൾ വേട്ടയാടുന്നു. മാനസികമായിട്ട് അസ്വസ്ഥത കൊണ്ട് ഈ ടെൻഷൻ, വീട് സ്ഥലമില്ലാത്തതിൻ്റെ ടെൻഷൻ, അല്ലാതെ മറ്റുള്ള അസുഖമല്ല. അത് ഇതിൽ നിന്ന് ടെൻഷൻ ആദ്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് അങ്ങനെ ആദ്യം കയറിയതാണ്. 10ാം വയസ്സിൽ കൂലിപ്പണിക്കിറങ്ങിയ കരീം 19ാം വയസ്സിൽ ലൈലയെ വിവാഹം കഴിച്ചു. പിന്നെ പെട്ടെന്നൊരു ദിവസം കരീമിനെ രോഗം പിടികൂടി. പിന്നെ തെണ്ടൽ തന്നെ ശരണം. ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് ആലുവ പെരുമ്പാവൂർ റൂട്ടിലെ പുറമ്പോക്കിൽ ഒരു പെട്ടിക്കട തുറന്ന കരീമും ലൈലയും പറക്കമുറ്റാത്ത മക്കൾക്കൊപ്പം അവിടെ തന്നെ രാപാർത്തു. കാലം കഴിഞ്ഞപ്പോൾ മകൾ വളർന്നു. കേരളത്തിൽ അങ്ങിങ്ങ് അരങ്ങേറുന്ന പീഡന കഥകൾ കേട്ടറിഞ്ഞ കരീമിന് സ്വന്തം മകളെ മാലാഖയെപ്പോലെ നോക്കാനാവില്ലെങ്കിലും കണ്ട കാക്കയും പൂച്ചയും പിച്ചിച്ചീന്താതെ നോക്കണമെന്ന ആഗ്രഹമുണ്ടായത് സ്വാഭാവികം. അതിനാണ് അധികാരികളുടെ കാരുണ്യം തേടി കരീം അലയാൻ തുടങ്ങിയത്. കെട്ടുറപ്പുള്ള ഒരു പുര പണിയണമെന്ന മോഹം മറ്റൊരച്ഛനെയും ഇത്രമാത്രം കരയിപ്പിച്ചിട്ടുണ്ടാവില്ല. ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെയാണ്. ചില ദിവസം മിക്കപ്പോഴും ഞാൻ കടകളിലും വീടുകളിലൊക്കെ കയറി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ജീവിച്ചു പോകുന്നത്. മോൻ പോകണ്ടെന്ന് പറഞ്ഞു, പറയാണ്ടൊക്കെ ഞാൻ പോകും. ജനപ്രിയ മുഖ്യമന്ത്രി എന്ന അണികൾ വിശേഷിപ്പിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്നും ഒരിക്കൽ കരീമും ലൈലയും ആട്ടിയോടിക്കപ്പെട്ടു. അന്ന് ആട്ടിയോടിച്ചവരെ പിന്നീട് സാമ്പത്തിക അഴിമതി കേസിൽ തുറുങ്കിലടച്ച കാര്യവും കരീം ഓർക്കുന്നു. എല്ലാ വാർത്തകളും കരീം ഡയറിയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിലും മുഖ്യനെ കാണാൻ കരീം പോയിരുന്നു. എന്നാൽ രാഷ്ട്രീയ ചേരിനോക്കി മാത്രം സഹായമൊഴുക്കുന്ന അധികാരികൾ കരീമിനെ കാണാതെ പോയെന്ന് ഭാര്യ ലൈല പറയുന്നു. ഞാൻ ആ പിള്ളേരെയും കൊണ്ട് എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. എനിക്ക് പാടില്ലെങ്കിൽ ഞാൻ പിള്ളേരെ എടുത്തുകൊണ്ട് പോയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയത്. അവിടെ രാത്രി അവിടെ എന്നെ അവിടെ ഇരുത്തിയിട്ട് അവർ മുഖ്യമന്ത്രി ഇല്ലാന്നും പറഞ്ഞ് എന്നെ പുറത്താക്കുകയും ചെയ്ത. ഇതിനിടെ കരീമിനും കുടുംബത്തിനും കാസർഗോഡ് ജില്ലയിൽ 3 സെന്റ് സ്ഥലം അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിപ്പ് കിട്ടി. എന്നാൽ സ്വന്തം നാട്ടിൽ അരവയറിന് അരി വാങ്ങാൻ പാങ്ങില്ലാത്ത കരീം കാസർഗോഡ് പോയി എന്ത് ചെയ്യാനാണെന്നാണ് ചോദ്യം. എനിക്ക് പോകാൻ എൻ്റെ പിള്ളേരെ അസുഖമാണ്, ഞാനും രോഗിയാണ്. രോഗി ആയതുകൊണ്ട് ഞാൻ അവിടെ പോയി എങ്ങനെ പണിയെടുത്ത് ജീവിക്കും? ഇവിടെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല, പിന്നെ അവിടെ പോയി ജീവിക്കാൻ പറ്റും. ഒടുവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കരീമിനും കുടുംബത്തിനും എറണാകുളം ജില്ലയിൽ സ്ഥലം അനുവദിക്കണമെന്നും ധനസഹായം നൽകണമെന്നും സർക്കാരിന് നിർദ്ദേശം നൽകി. ഈ ഉത്തരവെങ്കിലും ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് കരീമും കുടുംബവും. ഇത്തിരി ചിരിച്ചുകൊണ്ട് അവസാന പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും ജന്മനാട്ടിൽ അഭയാർത്ഥിയായി കഴിയേണ്ടി വരുന്ന കരീം ഇത് തന്റെ മാത്രം കഥയല്ലെന്നും അധികാരികളുടെ കാരുണ്യം തേടി അലയുന്ന അനേകായിരങ്ങൾ തനിക്ക് ചുറ്റും ഉണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു.